ഷിബിലി എന്ന യുവാവിനെ കാണാതായതിനെ തുടർന്ന് അവന്റെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയുണ്ടായി. അന്വേഷണം ആരംഭിച്ച പോലീസുകാർക്ക് ദിവസങ്ങൾക്ക് ശേഷം കാണാൻ സാധിച്ചത് ഷിബിലിയുടെ എല്ലും കഷ്ണങ്ങൾ മാത്രമായിരുന്നു. അതിലെ മാംസഭാഗങ്ങളെല്ലാം ചെത്തിയെടുത്ത് അവന്റെ സുഹൃത്തുക്കൾ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരുന്നു. എന്തിനാണ് സുഹൃത്തുക്കൾ ഷിബിലിയെ മൃഗീയമായി കൊലപ്പെടുത്തിയത്? ഓക്കെ, അതിനെക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സംഭവം നടക്കുന്നത് 2023 ഓഗസ്റ്റ് 28 തീയതിയാണ്. ബംഗ്ലാദേശിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു ഷിബിലി സാദിഖ് ഹൈർദ്വായുടെ ജനനം. തന്റെ വീട്ടിലെ കഷ്ടപ്പാട് കാരണം തന്റെ പഠന ചെലവിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഷിബിലി തൊട്ടടുത്തുള്ള കോഴി ഫാമിൽ പാർട്ട് ടൈമായി ജോലി തിരഞ്ഞെടുത്തു. അവിടെ മാനേജറായിട്ടായിരുന്നു ഷിബിലിയുടെ ജോലി. അങ്ങനെ തന്റെ പഠന ചെലവിനും വീട്ടുകാര്യങ്ങൾക്കും എല്ലാമായി ഷിബിലി ആ ജോലിയിലൂടെ പണം കണ്ടെത്തി. ഷിബിലിയെ കൂടാതെ മറ്റ് 6 പേര് കൂടെ ആ കോഴി ഫാമിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാതെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കോഴി ഫാമിലെ ജോലിക്ക് പോയ ഷിബിലി എത്ര വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. തന്റെ മകൻ വീട്ടിൽ തിരിച്ചെത്താത്തോടു കൂടി ഭയപ്പെട്ട ഷിബിലിയുടെ അമ്മ ഷിബിലിയുടെ ഫോണിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എത്ര വിളിച്ചിട്ടും ഷിബിലി ഫോൺ എടുക്കാത്തോടു കൂടി ഷിബിലിയുടെ അമ്മ കോഴി ഫാമിലെ മുതലാളിയെ വിളിച്ച് ഷിബിലി ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയില്ല, അവൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അതിന് മറുപടിയായി കോഴി ഫാം മുതലാളി പറഞ്ഞത്, ഷിബിലി ഇവിടുന്ന് നേരത്തെ തന്നെ പോയിട്ടുണ്ടല്ലോ, അവൻ ഇതുവരെ അവിടെ എത്തിയില്ലേ. ഇത് കേട്ട് ഭയന്ന ഷിബിലിയുടെ അമ്മ ഷിബിലി വരുന്ന വഴിയിലും കോഴി ഫാമിലും എല്ലാം പോയി അന്വേഷിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് ഷിബിലിയുടെ അമ്മയുടെ ഫോണിലേക്ക് ഷിബിലിയുടെ കോൾ വരുന്നത്. ഇത് കണ്ട് സന്തോഷിച്ച അമ്മ ഉടനെ ഫോൺ എടുക്കുകയും മോനെ നീ എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ പേടിച്ചു വരച്ച ശബ്ദത്തോടെ ഷിബിലി പറയുകയാണ്, അമ്മേ എന്നെ കുറച്ചുപേർ തട്ടിക്കൊണ്ടുപോയി, എന്നെ ഉടനെ രക്ഷിക്കൂ, അല്ലെങ്കിൽ അവർ എന്നെ കൊല്ലും. പരിഭ്രാന്തിപ്പെട്ട അമ്മ ഷിബിലിയുടെ അച്ഛനെ വിളിച്ച് കാര്യം പറയുകയും ജോലി നിർത്തി ഉടനെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ട്രക്ക് ഡ്രൈവറായി ഇദ്ദേഹം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തിയ ശേഷം അവർ വീണ്ടും ഷിബിലിയുടെ ഫോണിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ യാതൊരു പ്രതികരണവും ലഭിച്ചില്ല. അത്തരത്തിൽ ഏതാനും നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഷിബിലിയുടെ ഫോണിൽ നിന്ന് വീണ്ടും ഒരു കോൾ അമ്മയുടെ ഫോണിലേക്ക് വന്നത്. ആ നിമിഷമാവട്ടെ വേദന കൊണ്ട് അലറി വിളിക്കുന്ന ഷിബിലിയുടെ ശബ്ദമാണ് അവർക്ക് കേൾക്കാൻ സാധിച്ചത്. അയ്യോ മോനെ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നതിനിടയിൽ തട്ടിക്കൊണ്ടുപോയ ഒരാൾ പെട്ടെന്ന് ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഷിബിലിയെ വിട്ടുകിട്ടണമെങ്കിൽ 11 ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകണമെന്നായിരുന്നു. പക്ഷെ വളരെ സാധാരണക്കാരെ അവർക്ക് 11 ലക്ഷം രൂപ എന്നത് ചിന്തിക്കാൻ പറ്റാവുന്നതിനേക്കാളും കൂടുതലായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും തങ്ങളുടെ മകനെ ജീവനോടെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ പണം നൽകാം, ഞങ്ങളുടെ മകനെ ഒന്നും ചെയ്യരുത് എന്ന് അവർ അഭ്യർത്ഥിച്ചു. തങ്ങളുടെ മകന്റെ ജീവനിൽ ഭയം തോന്നിയ മാതാപിതാക്കൾ ഈ അവസരങ്ങളിൽ ഒന്നും തന്നെ പോലീസിൽ പരാതി നൽകാൻ മുതിർന്നില്ല. തട്ടിക്കൊണ്ടുപോയവർക്ക് നൽകാൻ ആവശ്യമായ തുക സമാഹരിക്കുന്നതിനിടെ ഷിബിലിയുടെ മാതാപിതാക്കൾ നെട്ടോട്ടമോടി. അങ്ങനെ 3 ദിവസം കടന്നുപോയി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും തട്ടിക്കൊണ്ടുപോയവർക്ക് നൽകാൻ ആവശ്യമായ തുക സമാഹരിക്കാൻ ഷിബിലിയുടെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഷിബിലിയുടെ അമ്മയുടെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വന്നു. നിങ്ങൾ ഇന്ന് പണം നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ കൊന്നുകളയും. ഈ ഒരു അവസരത്തിൽ ഷിബിലിയുടെ അമ്മ അവരോട് കരഞ്ഞു പറഞ്ഞു അവരുടെ നിസ്സഹാവസ്ഥയെ കുറിച്ച്. ഷിബിലിയുടെ വീട്ടുകാരുടെ അടുത്ത് അത്ര പണമില്ലെന്ന് മനസ്സിലാക്കിയ അവർ ഷിബിലിയെ വിട്ടുകിട്ടണമെങ്കിൽ നാളെ തന്നെ 2 ലക്ഷം ടാക്കയുമായി ബന്ദർബാൻ എന്ന സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. 2 ലക്ഷം ടാക്ക അഥവാ 1.5 ലക്ഷം ഇന്ത്യൻ റുപ്പിയായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ അവസരത്തിൽ ഷിബിലിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷം ടാക്ക എന്നത് അവരെ സംബന്ധിച്ച് വളരെ വലിയ തുക തന്നെയായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവർ മറ്റുള്ളവരിൽ നിന്നെല്ലാം പണം കടം മേടിച്ച് സമാഹരിച്ച് അവർക്ക് നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയവർ പറഞ്ഞ സ്ഥലത്തേക്ക് സെപ്റ്റംബർ 4 തീയതി ഷിബിലിയുടെ പിതാവ് പണവുമായി എത്തി. ആ സമയത്ത് 2 മുഖംമൂടി ധരിച്ചവർ അവിടെ ഉണ്ടായിരുന്നു. ഷിബിലിയുടെ പിതാവ് അവരെ കണ്ട ഉടനെ തന്നെ എന്റെ മകൻ എവിടെ എന്ന് അവരോട് ചോദിക്കാൻ തുടങ്ങി. ഷിബിലിയുടെ പിതാവിന്റെ കയ്യിൽ നിന്ന് പണമടങ്ങിയ ബാഗ് മേടിക്കുകയും നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഷിബിലി അവിടെ എത്തിയിരിക്കുമെന്ന് ഉറപ്പു പറയുകയും അവർ അവിടെ നിന്ന് പണവുമായി പോവുകയും ചെയ്തു. തന്റെ മകനെ തിരിച്ചു കിട്ടുമല്ലോ എന്ന സന്തോഷത്തോടെ ഷിബിലിയുടെ അച്ഛൻ വീട്ടിൽ തിരിച്ചെത്തുകയാണ്. പക്ഷെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ പറഞ്ഞതുപോലെ ഷിബിലി അവിടെ എത്തിയിരുന്നില്ല. ഇതോടുകൂടി ഷിബിലിയുടെ മാതാപിതാക്കളുടെ മനസ്സിലെ ഭയം വീണ്ടും വർദ്ധിക്കുകയാണ്. അവർ ഷിബിലിയുടെ ഫോണിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ യാതൊരു തരത്തിലുള്ള മറുപടികളും ഇത്തവണ ലഭിച്ചില്ല. ഷിബിലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവർ തുടർന്നുകൊണ്ടേയിരുന്നു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ഷിബിലി വീട്ടിൽ തിരിച്ചെത്തിയില്ല. യാതൊരു വഴിയും ഇല്ലാതായപ്പോൾ ഷിബിലിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. ഇപ്രകാരം അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇത് കേട്ട പോലീസുകാർ അവരെ ശകാരിക്കുകയും ചീത്ത വിളിക്കുകയുമാണ് ചെയ്തത്. ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴാണോ പരാതിയുമായി വരുന്നത്? എന്തൊക്കെ തന്നെയായാലും ഷിബിലിയെ തട്ടിക്കൊണ്ടുപോയവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ സംശയം തോന്നിയവരെല്ലാം പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. സെപ്റ്റംബർ 7 തീയതി ആരംഭിച്ച അന്വേഷണം സെപ്റ്റംബർ 11 തീയതി ആകുമ്പോഴേക്കും ഷിബിലിയെ തട്ടിക്കൊണ്ടുപോയവരെ വളരെ തന്ത്രപരമായി പോലീസിന് പിടികൂടാൻ പറ്റി. ഈ പ്രതികൾ മറ്റാരുമായിരുന്നില്ല, അവന്റെ കൂടെ കോഴി ഫാമിൽ ജോലി ചെയ്തിരുന്ന അവന്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു.
അവരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാർ അവരോട് ആദ്യം ചോദിച്ചത് ഷിബിലി എവിടെ എന്നായിരുന്നു. അതിന് അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഷിബിലി സാദിഖ് ഹൃദായി ജോലി ചെയ്ത കോഴി ഫാമിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മറ്റ് 6 പേര് കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിബിലിയൊക്കെ പ്രായത്തിൽ വളരെ മൂത്തവരായിരുന്നു മറ്റ് 6 പേരും. ഷിബിലിയും 6 പേരും തമ്മിൽ നല്ല സൗഹൃദ ബന്ധത്തിൽ തന്നെയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും അവരുടെ ജോലികളും സൗഹൃദങ്ങളും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ആ കോഴി ഫാമിൽ നിന്നും കോഴിത്തീറ്റകളുടെ പാക്കറ്റ് കാണാതാകുന്നത് ഷിബിലി കണ്ടെത്തി. ആ കോഴി ഫാമിലെ എല്ലാ ചുമതലകളും ഷിബിലിയാണ് നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആ കോഴിത്തീറ്റകളുടെ പാക്കറ്റ് എങ്ങനെയാണ് കാണാതാകുന്നത്, ആരാണ് ഇത് മോഷ്ടിക്കുന്നത് എന്ന് കണ്ടെത്താൻ ഷിബിലി തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അവനെ ഒളിച്ചിരുന്ന് ആരാണ് കോഴിത്തീറ്റ മോഷ്ടിക്കുന്നതെന്ന് കണ്ടെത്താൻ തീരുമാനിച്ചു. അവന്റെ കൂടെ ജോലി ചെയ്ത മറ്റ് 6 പേര് തന്നെയായിരുന്നു ഈ മോഷണത്തിന് പിറകിൽ. അവൻ അവരെ കൈയോടെ പിടികൂടുകയും ഉടനെ മുതലാളിയെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. ഉടനെ സ്ഥലത്തെത്തിയ മുതലാളിക്ക് കാണാൻ സാധിച്ചത് ഷിബിലിയും 6 പേരും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതും ഉന്തും തള്ളും കൂടുന്നതായിരുന്നു. ഇത് കണ്ട മുതലാളി പെട്ടെന്ന് പ്രശ്നത്തിൽ ഇടപെടുകയും ആ 6 പേർക്ക് അവസാന താക്കീത് നൽകുകയും ചെയ്തു. ഇനിയും ഇതുപോലെ ആവർത്തിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നായിരുന്നു. എല്ലാം അതോടുകൂടി അവസാനിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ 6 പേരുടെ ഉള്ളിലും ഷിബിലിയോട് വലിയ തോതിൽ തന്നെ പകയുണ്ടായിരുന്നു. ഷിബിലിയോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്നായിരുന്നു അവരുടെ എല്ലാം മനസ്സിൽ. അങ്ങനെ ഒരു നല്ല മഴയുള്ള ദിവസം ജോലി കഴിഞ്ഞ് ഷിബിലി വീട്ടിലേക്ക് പോകുമ്പോൾ തക്കം പാർത്തിരുന്ന് കാറിലെത്തിയ പ്രതികൾ ഷിബിലിയെ വലിച്ചിഴച്ച് വണ്ടിയിലേക്ക് കയറ്റുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ കാറിൽ വെച്ച് തന്നെയാണ് ഷിബിലിയെ കൊണ്ട് ഷിബിലിയുടെ മാതാവിനെ വിളിപ്പിക്കുന്നു തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയിപ്പിക്കുകയും ചെയ്തത്. ആ 6 പേരും ഷിബിലിയെ കൊണ്ടുപോയത് കൊടൽപൂർ എന്ന സ്ഥലത്തേക്കായിരുന്നു. അവരുടെ 6 പേരുടെ പദ്ധതി പണം കൈക്കലാക്കിയ ശേഷം ഷിബിലിയെ വിട്ടയക്കാമെന്നായിരുന്നു. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമോങ് മാമ എന്നയാൾ ഇതിനോട് തീർത്തും എതിർത്തു. ഷിബിലി എങ്ങനെ വിട്ടയച്ചാൽ ഷിബിലി ഈ കാര്യം പോലീസിൽ പറയുകയും പോലീസ് താമസിയാതെ നമ്മളെ പിടികൂടുകയും ചെയ്യും. അതിനാൽ ഒരു കാരണവശാലും പണം ലഭിച്ചാൽ ഷിബിലിയെ വിട്ടയക്കരുത്, ഷിബിലിയെ നമ്മൾ കൊന്നുകളയാന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അതോടുകൂടി ബാക്കി 5 പേർക്ക് ഇയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഇതോടെ ഷിബിലിയുടെ കൈകാലുകളെല്ലാം കൂട്ടിക്കെട്ടി ഷിബിലിയെ കഴുത്തറുത്ത് കൊന്നു. പിന്നീട് അവന്റെ കൈകാലുകളും ശരീരഭാഗങ്ങളെല്ലാം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കുന്നിൻ ചെരുവുകളിലും കാടുകളിലും മലമ്പ്രദേശങ്ങളിലും എല്ലാം ഉപേക്ഷിക്കുകയാണ് അവർ ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം പോലീസുകാർ തെളിയിച്ച് പ്രതികളുമായി തെളിവെടുപ്പിന് അവിടെ ചെന്നപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോവുകയാണ്. പോലീസുകാർക്ക് കാണാൻ സാധിച്ചത് ഷിബിലിയുടെ മാംസഭാഗങ്ങളില്ലാത്ത എല്ലും കഷ്ണങ്ങൾ മാത്രമായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഒരിക്കലും ഒരാളുടെ മാംസഭാഗങ്ങൾ അഴുകി ഡീകമ്പോസായി എല്ലുകൾ മാത്രമേ അവശേഷിക്കില്ല. പിന്നെ ഷിബിലിയുടെ എല്ലുകൾ മാത്രമായി ഇവിടെ എങ്ങനെ വന്നു? ഇതിനെക്കുറിച്ച് അറിയാൻ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്ത പോലീസ് അക്ഷരാർത്ഥത്തിൽ വീണ്ടും ഞെട്ടിപ്പോവുകയാണ്. ഷിബിലിയുടെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മുറിച്ചെടുത്ത് പല ഭാഗങ്ങളിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ആരാണെന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഷിബിലിയുടെ ശരീരഭാഗങ്ങളെ മുറിച്ചെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലുകളിൽ നിന്ന് മാംസത്തെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല കൂട്ടത്തിലുണ്ടായിരുന്ന ഉമോങ് മാമ എന്നയാളൊക്കെ തന്നെയും ഷിബിലിയുടെ മുറിച്ചെടുത്ത മാംസഭാഗങ്ങൾ വേവിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് പോലീസുകാർ ഒക്ടോബർ 1-ാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിൽ മാംസഭാഗങ്ങൾ കഴിച്ചു എന്ന കാര്യങ്ങളെല്ലാം തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മാംസഭാഗങ്ങൾ കഴിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെയാണ് ജനങ്ങൾക്കിടയിൽ പടർന്നത്. അങ്ങനെ പ്രതികളുമായി സഞ്ചരിച്ച പോലീസ് വാഹനം ജനക്കൂട്ടം വളയുകയും മാംസം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ഉമോങ് മാമയെ വാഹനത്തിൽ നിന്ന് വലിച്ചിഴച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം ബാക്കിയുള്ള 5 പ്രതികളെയും കുറ്റം ചുമത്തി ജയിലിൽ അടച്ചു. എന്തൊക്കെ തന്നെയായാലും വളരെ മൃഗീയമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു നല്ലൊരു വീഡിയോയുമായി കണ്ടുകൊണ്ടുവന്നായിരിക്കും. എല്ലാവർക്കും ബൈ.